ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ജീവന്റെ കോടതി വിധി വരുന്ന ദിവസം എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിനോടകം തന്നെ ഹരിയും നിത്യയും തമ്മിൽ കൂടുതൽ അടുത്തിരിക്കുകയാണ്. ഹരിയുടെ ഒരു നാട്ടിലുള്ള കൂട്ടുകാരൻ വിളിക്കുകയും ഹരിയോട് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഹരിയുടെ ഉള്ളിലും നാട്ടിലേക്ക് പോകാനായി ഒരാഗ്രഹം ഉണ്ടാവുകയാണ്. അതേസമയം നിത്യയുടെ മനസ്സിലും ഈ ആഗ്രഹമുണ്ടെന്ന് ഹരിയും മനസ്സിലാക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ്. ജീവനെ കോടതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ജീവന് സാക്ഷികളായി ജീവന്റെ കുടുംബത്തിലുള്ളവർ വരാനായി പല നിർബന്ധങ്ങളും ഉണ്ടാകുന്നുണ്ടെന്നും എന്നാൽ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകരുതെന്നും പ്രത്യേകിച്ചും ജീവന്റെ ഭാര്യ കോടതിയിലേക്ക് വരാനേ പാടില്ലെന്നും വക്കീല് പറയുകയാണ്. ഇല്ല വക്കീലെ, എന്താണെങ്കിലും അവരാരും വരാനേ പോകുന്നില്ലെന്ന് നിത്യയും ഉറപ്പു നൽകുമ്പോൾ എന്നാൽ ജാമ്യം കിട്ടുമോ എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്നും വക്കീൽ പറയുന്നു. തുടർന്ന് ജീവന്റെ അടുത്തേക്ക് ചെന്ന് ഈ കാര്യം പറയുകയാണ് വീണ. എന്താണെങ്കിലും വീട്ടിൽ നിന്നും വരാൻ പോകുന്നില്ലെന്ന് ജീവനും വീണയോട് പറയുന്നു. അങ്ങനെ വാദം ആരംഭിക്കുകയാണ്. അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയാണ്, പ്രതി ജീവന് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. അയാള് കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത്. സ്വയം മാനസിക രോഗിയെന്ന് വിളിച്ചാൽ ആരും മാനസിക രോഗി ആകില്ലല്ലോ എന്നും തന്നെ വക്കീൽ പറയുന്നു. തുടർന്ന് ജീവന്റെ വക്കീൽ പറയുകയാണ്, ജീവന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യവും നിങ്ങൾ നോക്കണം. ജീവൻ എനിക്കൊന്ന് വിസ്തരിക്കണമെന്ന് വക്കീൽ പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് ജഡ്ജ്. തുടർന്ന് ജീവനുണ്ടായ അപകടത്തെക്കുറിച്ച് ചോദിക്കുകയാണ് വക്കീല്. ഞാനൊരു പാലത്തിന്റെ മുകളിൽ നിന്നും വീഴുകയായിരുന്നെന്നും ഞാൻ കോമയിലായിരുന്നെന്നും ജീവൻ പറയുന്നു. എത്ര നാളായിരുന്നു കോമയിലെന്ന് വക്കീല് ചോദിക്കുമ്പോൾ 8 വർഷത്തോളം കോമയിലായിരുന്നെന്ന് ജീവൻ പറയുകയാണ്. ഞാനൊരു സൈക്കാട്രിക് പേഷ്യന്റ് ആണെന്നും എനിക്ക് അതിനെപ്പറ്റി കൂടുതലായൊന്നും അറിയില്ലെന്നും എന്നെ പരിശോധിച്ചതും ചികിത്സിച്ചതുമായ സ്ഥലത്ത് പോയി അന്വേഷിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നും ജീവൻ പറയുമ്പോൾ ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടതെന്ന് വക്കീല് ചോദിക്കുന്നു. തുടർന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയാണ്, നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ അഭിനയിക്കുന്നവരും ജീവന്റെ സ്വഭാവത്തിൽ ക്രിമിനലിസം ഉണ്ടെന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു. ജീവന്റെ പെരുമാറ്റത്തെക്കുറിച്ച് ലോകത്തെ മുഴുവനായി അറിയിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. അയാൾ തന്നെയാണ് ജീവനെതിരെ മൊഴി കൊടുക്കാൻ വരുന്നതെന്നും പറഞ്ഞ് വക്കീൽ വാതിൽക്കലേക്ക് നോക്കുമ്പോഴേക്കും ഹരിയും നിത്യയും കൂടി കയറി വരികയാണ്. നിത്യ ദേഷ്യത്തോടെയും പകയോടെയും ജീവനെ നോക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം നിത്യ അവിടെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ജീവനും വീണയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.